നമസ്കാരം, ജനഭൂമി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രസിദ്ധ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ വേണുഗോപാൽ സാറാണ്. സ്വാഗതം സാർ. നമസ്കാരം. പിണറായി കഴിഞ്ഞ 10 വർഷക്കാലം പാർട്ടിയെ അടക്കി ഭരിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്ന് അഭിരമിച്ചിരുന്ന നേതാവാണ്. അതിനു മുന്നേ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ മുന്നിൽ തിരുവായ്ക്ക് എതിർവായില്ല എന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ അച്യുതാനന്ദനൊക്കെ ചെറിയ ബോസിംഗ് ഒക്കെ നടത്തിയിരുന്നുവെങ്കിലും അതിനുശേഷം പിണറായി ഒരു സർവശക്തൻ എന്ന രീതിയെ പാർട്ടി അടക്കി ഭരിച്ചിരുന്ന ഒരു നേതാവാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കസേര തെറിച്ചുടനെ തന്നെ പാർട്ടിക്ക് അദ്ദേഹത്തിനോട് വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ട്. പല നേതാക്കന്മാർക്ക് വിമർശനം ഉണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനെതിരെ ഒരു ചിറ്റമ്മ ചിറ്റപ്പൻ ഗ്യാങ് ഒരുങ്ങിയിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. എന്താണ് സാർ ആ വിഷയത്തിൽ പറയാനുള്ളത്? പിണറായി വിജയൻ താങ്കൾ പറഞ്ഞ പോലെ ഏതാണ്ട് 16 വർഷം പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും, അത് കഴിഞ്ഞിട്ട് സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും, അത് കഴിഞ്ഞിട്ട് 10 വർഷം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കും പാർട്ടിയെയും അത് കഴിഞ്ഞ് കേരളത്തെയും അടക്കി വാണ ഒരു ചക്രവർത്തിയാണ്, കമ്മ്യൂണിസ്റ്റ് ചക്രവർത്തിയായിരുന്നു പിണറായി വിജയൻ. ഇപ്പോഴും അദ്ദേഹത്തിന് പല്ല് കൊഴിഞ്ഞാലും സിംഹം തന്നെയാണ്. അതുകൊണ്ട് ഈ ചിറ്റപ്പനും ചിറ്റമ്മയൊക്കെ പോയി പെട്ടെന്ന് അദ്ദേഹത്തെ പിടികൂടുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് കണ്ടം പൂച്ചയ്ക്ക് ചുണ്ടലി മണി കെട്ടുമെന്ന് ചോദിക്കുന്ന പോലെയാണ്. അതത്ര എളുപ്പമല്ല. പക്ഷേ സാധിച്ചുകൂടായികയില്ല. മാർക്സിസ്റ്റ് പാർട്ടിയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞു വി.എസ്. അച്യുതാനന്ദനെ തള്ളിയിടാൻ ശക്തിയുള്ള പിണറായി വിജയൻ. അതെന്തുകൊണ്ടെന്നറിയാമോ? വി.എസ്. അച്യുതാനന്ദ ശക്തിയുടെ കുറവുകൊണ്ടല്ല, പാർട്ടിയിലെ നന്ദിയില്ലാത്ത അണികളുടെ കാലുമാറ്റം കൊണ്ടാണ്. അതാണ് അതിൻ്റെ ഒരു സത്യം. അല്ലെങ്കിൽ വി.എസ്. അച്യുതാനന്ദനെ ആരും തള്ളിയിടില്ല. ഞാൻ കേട്ടതാണ്, വി.എസ്. അച്യുതാനന്ദൻ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തോട് 2 പേര് സംസാരിക്കുന്നു. ഇപ്പോൾ ലക്ഷങ്ങൾ അദ്ദേഹത്തിന് അങ്ങയുടെ കൂടെയാണ്, തിരമാലകൾ അങ്ങയുടെ ഒപ്പമാണ് ആഞ്ഞടിക്കുന്നത്, അല്ലാതെ പാർട്ടിക്കൊപ്പമല്ല. അങ്ങ് ഇപ്പോൾ ഒരു പാർട്ടി രൂപീകരിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ പിണറായി വിജയൻ ഈ പാർട്ടിയെ വിഴുങ്ങും, അത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിനക്ക് നട്ടലുണ്ടെങ്കിൽ, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് മലയാളത്തിൽ പറഞ്ഞത് നെറ്റ് കൺഫർമേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം, എങ്കിലേ എൻ്റെ അർത്ഥം മനസ്സിലാകും. അത്രയും ശക്തമായിട്ട് വി.എസ്. അച്യുതാനന്ദൻ ഒരിക്കലും സംസാരിക്കാൻ കേട്ടില്ല. നിനക്ക് നട്ടലുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ നിൽക്കണം, ഇല്ലെങ്കിൽ പോകാൻ പറഞ്ഞു. പാർട്ടി വിട്ട് ഞാൻ വരില്ല. കെ കരുണാകരൻ പാർട്ടി വിട്ട് എന്ത് സംഭവിച്ചു? എം.വി. രാഘവൻ പാർട്ടി, ഇയാളോട് ചോദിക്കുകയാണ് അദ്ദേഹം, എം.വി. രാഘവൻ പാർട്ടി വിട്ടു, എന്ത് സംഭവിച്ചു? ഗൗരിയമ്മ പാർട്ടി വിട്ടു, എന്ത് സംഭവിച്ചു? അതുകൊണ്ട് പാർട്ടി വിടാൻ മാത്രം എന്നോട് പറയും. പാർട്ടിയുടെ മാർത്തടത്തോട് നിൽക്കുമ്പോഴാണ് തിരമാലയാകുന്നത് പിണറായി വിജയന്റെ സൂചന. അതിനേക്കാൾ ഉൾക്കൊണ്ട ആളാണ് വി.എസ്. അച്യുതാനന്ദൻ. വി.എസ്. അച്യുതാനന്ദനെ തള്ളിയിട്ടത് പിണറായി വിജയനാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. വി.എസ്. അച്യുതാനന്ദനെ തള്ളിയിട്ടത് നന്ദിയില്ലാത്ത അണികളാണ്, പാർട്ടി ഉപനേതാക്കളാണ്. ഒരുപക്ഷേ പിണറായി വിജയൻ നാളെ വീണാൽ അതും പിണറായി വിജയൻ്റെ കരുത്ത് കുറവുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ചില അണികളും നേതാക്കളും അദ്ദേഹത്തിനെ കാലുവാരിയാലേ വരുള്ളൂ. പക്ഷേ ദീർഘനാൾ പാർട്ടിയെ നയിച്ചുവെങ്കിലും അതിനുണ്ടാകുന്ന ഒരുപാട് പോരായ്മകൾ, അതായത് കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഉപജാപക വൃന്ദത്തിൻ്റെ ഒക്കെ പോരായ്മയാണ്, അല്ലെങ്കിൽ അവരെ നന്ദികേടോ അല്ലെങ്കിൽ അവർ ശരിയായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ല എന്നുള്ളതിൻ്റെയൊക്കെ കാരണമായിരിക്കാം ഈ ഒരു പ്രശ്നങ്ങൾ, അല്ലേ? രണ്ടാമത് പറഞ്ഞതാണ് ആദ്യം പറയേണ്ടത്. അതായത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പലരും പല സത്യങ്ങളും പറയാറില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും വൻ ഭൂരിപക്ഷത്തിൽ അങ്ങ് ജയിക്കുമെന്ന് അദ്ദേഹത്തിന് സ്വപ്നം കാണിച്ചുകൊണ്ട് ചിലവന്മാർ കവർ ചെയ്ത് കളഞ്ഞു. അദ്ദേഹം ഭൂമിയിലല്ല ജീവിച്ചിരുന്നത്, അദ്ദേഹം ആകാശത്തും പിന്നെ AC കാറിലും അതുപോലെ തന്നെ ക്ലിഫ് ഹൗസ് എന്ന ഒരു പിന്നെ സ്വർഗ്ഗലോകത്തുമായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നില്ല. അപ്പോൾ അദ്ദേഹം ഈ ഉപജാപക വൃന്ദം പറയുന്ന ഉപദേശങ്ങൾ അദ്ദേഹം ശിരസാ വഹിച്ചു. ഞാൻ വിശ്വസിക്കുന്ന ഇവർ പറയുന്നത് എന്നെ രക്ഷിക്കാനായിരിക്കും, എൻ്റെ ലക്ഷ്യം കറക്റ്റാണെന്നുള്ളതായിരിക്കും പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം പലപ്പോഴും ഇവരെ വിശ്വസിച്ചു. അതൊരു അപാകത അദ്ദേഹത്തിന് പറ്റി. അതുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന അന്ന് 9 മണിക്ക് അദ്ദേഹം പ്രസ് കോൺഫറൻസ് വെച്ചത്. പിന്നെ ആ പ്രസ് കോൺഫറൻസ് അദ്ദേഹം ക്യാൻസൽ ചെയ്തു. കാരണം അദ്ദേഹം പിന്നോട്ട് പോകുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ആ പ്രസ് കോൺഫറൻസ് അത് ക്യാൻസൽ ചെയ്തു. അദ്ദേഹം വിചാരിച്ച 9 മണിയാകുമ്പോഴത്തെ ട്രെൻഡ് വരുമ്പോൾ ഒരു 80-ൽ പരം സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA-മാർ എല്ലാവരും ജനങ്ങളുമായി ബന്ധമുള്ളതുകൊണ്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്ത വരികയും അപ്പോൾ അവിടെ പിണറായി വിജയൻ എന്ന താൻ സമ്മേളനം നടത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമേജാണ് അദ്ദേഹം കണ്ടത്. പക്ഷേ തകർന്നു പോയി അദ്ദേഹം. താൻ 6ാം റൗണ്ട് വരെ പുറകോട്ട് പോവുകയാണ്. കൊച്ചു പയ്യൻ്റെ അടുത്ത് തോറ്റു പോകുന്ന ഒരവസ്ഥ, പുറകോട്ട് പോകുന്നൊരവസ്ഥ.
ധർമ്മടം മണ്ഡലത്തിൽ ആർക്കും അത്ര പിന്നെ പരിചിതം പോലും അല്ലാത്ത ഒരു മുഖം. കണ്ണൂർ അറിയാം അദ്ദേഹത്തിന്, എന്നാൽ പോലും ഞാൻ പറയുകയാണ്, പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു ഡെപ്ത് അവിടെ ഇല്ല. ആ സന്ദർഭത്തിൽ പോലും അദ്ദേഹത്തിന് പിണറായി വിജയൻ എന്നൊരു കരുത്തിനെ പിന്നോട്ടടിച്ച അവസ്ഥ. ഈ അഡമൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം സംഭവിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള പൊതുവിൽ ഉള്ള ഒരു കാര്യമാണ് ഇതെന്ന് തോന്നുന്നു അല്ലേ. മമതാ ബാനർജി ആയാലും അതിനു മുന്നേ ഇന്ദിരാഗാന്ധിയുടെ ഒരു കാലഘട്ടം എടുത്താലും വളരെ പവർഫുൾ ആയിരുന്ന നേതാവൻ, കോൺസ്റ്റിറ്റ്യൂഷൻ പോലും രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ 42nd അമെൻമെൻ്റ് ഒക്കെ കൊണ്ടുവന്ന ഇന്ദിരാഗാന്ധി. ഈ പതനം സ്വാഭാവികമായും ഇത്തരം ഏകാധിപത്യ ശൈലിയിൽ പ്രവർത്തനം നടത്തുന്ന എല്ലാവരുടെയും ഒരു പതിവ് കാഴ്ചയാണ് തോന്നുന്നത് അല്ലേ. തീർച്ചയായിട്ടും. അതിനൊരു കാരണം നമ്മൾ മഹാഭാരതം നോക്കിയാൽ അറിയാം. സുയോധനൻ, അയാളാണ് ദുര്യോധനൻ എന്നായത്, മനസ്സിലായി. സുയോധനൻ എന്ന് പറഞ്ഞാൽ ഇത്ര നല്ല യോദ്ധാവ് വേറെയില്ല. ഉപചാപക സംഘത്തിൽപ്പെട്ട് പിന്നെ ആശ്രിത വത്സരെല്ലാം കൂടെ ചേർന്ന് അങ്ങാണ് ഈ രാജ്യം ഭരിക്കേണ്ടത്, പാണ്ഡവർക്കൊന്നും അധികാരം കൊടുക്കരുത്. പിതാവ് പറഞ്ഞിട്ട്, അദ്ദേഹത്തിൻ്റെ പിതാവായിരിക്കുന്ന ഭീഷ്മാചാര്യർ പറഞ്ഞിട്ട്, ദ്രോണാചാര്യർ പറഞ്ഞിട്ട്, ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടൊന്നും അദ്ദേഹം കേട്ടില്ല. കാരണം ബാക്കി ചില സിൽബന്ധികൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങാണ് സുയോധനൻ, അങ്ങയേക്കാൾ വലിയൊരാൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ദുര്യോധനായി ദുര്യോഗത്തിന്റെ ആളായി മാറി, മനസ്സിലായില്ലേ. അപ്പൊ അതെങ്ങനെയായതെന്ന് വെച്ചാൽ ഈ വൃന്ദത്തിന്റെ അദ്ദേഹത്തിന് ആർക്കും തോൽപ്പിക്കാനും പറ്റില്ല, അത്രയ്ക്ക് വലിയൊരു ശക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുമ്പിൽ ആരും തോക്കില്ല. പക്ഷെ കൃഷ്ണന്റെ ഒരു കുബുദ്ധി കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം ഇയാളെ ഭീമന് തോൽപ്പിക്കാൻ ഒക്കില്ലെന്ന്. അവസാനം കാണിച്ചു കൊടുത്തു. അതാണ് അവന്റെ മർമ്മം. തട്ടിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇത് വ്യാസൻ നമ്മളോട് പറയുന്നത് എല്ലാവർക്കും ഒരു ദൗർബല്യമുണ്ട്. ആ ദൗർബല്യത്തിൽ തൊട്ടാൽ അവൻ താഴെ പോകും. ആ ദൗർബല്യം കണ്ടുപിടിക്കുന്നതിലാണ് നമ്മുടെ കഴിവ്. വർമ്മത്തടിക്കുക. മമതാ ബാനർജിയുടെ ദൗർബല്യം എന്താണെന്ന് അറിഞ്ഞ അമിത്ഷായും മോദിയുമാണ് മമതാ ബാനർജി അവിടെ തള്ളിയിട്ടത്, മനസ്സിലായില്ലേ. VS അച്യുതാനന്ദൻ്റെ മർമ്മം എന്താണ്, ശക്തി എന്താണെന്ന് അറിയാൻ പിണറായിക്ക് ചില സിൽബന്ധികളുണ്ടായിരുന്നു. ആ സിൽബന്ധികളാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ വൃന്ദത്തിൻ്റെ ഇതുകൊണ്ട് കൂടെ നിന്നവനെ പിൻവലിച്ചു. എനിക്ക് തോന്നുന്നു ആ ഉപജാപക വൃന്ദത്തിൻ്റെ കരുത്ത് കുറഞ്ഞതുകൊണ്ടാണ് പിണറായി വിജയന് ഒരല്പം കരുത്തുണ്ടായിരിക്കുന്നു. 30 പടികൾ കയറാം. നേരത്തെ 2 പടി കയറാൻ ലിഫ്റ്റ് വെച്ചിരുന്ന ആളിന് ഇപ്പോൾ നിയമസഭയിലെ 30 പടികൾ കയറാനുള്ള ഒരു ശക്തി ഉണ്ടായിട്ടുണ്ട്. ഇനി അദ്ദേഹം മാറുമോ അല്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തെ തള്ളുമോ? പാർട്ടിക്ക് തള്ളണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തള്ളാൻ നിർത്തിയില്ല. ഇപ്പോൾ ഇവിടെ ഞാനതാണ് പറഞ്ഞത്, കണ്ടം പൂച്ചയുടെ മുമ്പിൽ ചുണ്ടലി എങ്ങനെയാണ് നിൽക്കുക, അതുപോലെയാണ് പിണറായിയുടെ മുമ്പിൽ പലരും നിൽക്കുന്നത് ഇപ്പോഴും. പക്ഷേ അവരുദ്ദേശിക്കുന്നത് അറിയാമോ, പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ സിൽബന്തി പിടിച്ച്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ചില മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെയും ബേബി അടക്കമുള്ളവരെയൊക്കെ സിൽബന്തി പിടിച്ച് ഞങ്ങളിവിടെ താഴെത്തട്ടി പ്രവർത്തിക്കാൻ, ഞങ്ങൾ മുകളിൽ നിന്നും രണ്ടിടത്തും കൂടെ ഇദ്ദേഹത്തിനെ ഇറുക്കാമെന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ ഇതിനും ബുദ്ധിമുട്ടുണ്ടെന്നേ. PB അംഗങ്ങൾക്ക് മീറ്റിംഗ് കൂടാനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത് ഇദ്ദേഹമാണ്, അവിടെ കിടക്കാൻ മുറി അറേഞ്ച് കൊടുക്കുന്ന ഇദ്ദേഹമാണ്, കുടിക്കാൻ ചായ അറേഞ്ച് കൊടുക്കുന്ന ഇദ്ദേഹമാണ്. ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഷീ ജിൻപിങ് ആണെങ്കിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കരുത്തനായ നേതാവ് പിണറായി വിജയനാണ്. യാതൊരു സംശയമില്ല. പക്ഷേ ആ കരുത്ത് താങ്കൾ പറഞ്ഞ പോലെ ഒരു പ്രശ്നമുണ്ട്. സുയോധനൻ ദുര്യോധനനാകുമ്പോൾ, ദുര്യോഗങ്ങളുടെ ആളായി മാറുമ്പോൾ അദ്ദേഹത്തിന് ശക്തി എത്രത്തോളം നിൽക്കും, അവിടെയാണ് ചോദ്യം. അദ്ദേഹം ഒരുപാട് ദുര്യോഗങ്ങൾക്ക് പാത്രമായിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളുടെ പിന്തുണ അദ്ദേഹം നഷ്ടപ്പെട്ടു. പാർട്ടിയിലെ തന്നെ ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ടു. പിന്നെ ആശ്രിതവത്സരായി നക്കിത്തിന്നാൻ നിന്നവൻ്റെയും പിന്തുണ ഇപ്പോൾ നഷ്ടപ്പെട്ടു. കാരണം അവന് നക്കിത്തിന്നായില്ലെങ്കിൽ അവൻ നിൽക്കില്ല. പക്ഷെ ചില എതിർ ശബ്ദങ്ങളെങ്കിലും ഇപ്പോൾ KN ബാലഗോപാലൊക്കെ നിയമസഭയിൽ നിന്നുകൊണ്ടാണ് അങ്ങെന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, എന്തെങ്കിലും ഉറച്ച് പറയൂ, അതൊക്കെ അവർക്ക് വലിയ പ്രഷറാണെന്നേ. താങ്കൾ എന്താണ്, താങ്കളല്ലേ പ്രതിപക്ഷ നേതാവാകേണ്ടത്, താങ്കൾ ഇങ്ങനെ വായി നോക്കി നിന്ന കരുത്തനായില്ലെങ്കിൽ പിന്നെ താങ്കളെ ആര് അനുകൂലിക്കും എന്ന് ചോദിക്കുമ്പോൾ അറിയാതെ വന്നു പോകുന്ന ചില ജൽപ്പനങ്ങളാണ്. അത് കഴിയുമ്പോൾ അറിയാതെ തന്നെ നമ്മള് ഈ കുറുക്കൻ പണ്ട് സിംഹത്തിന്റെ മുമ്പിൽ പോയി ഗർജിക്കുന്ന പോലെ ഓലിയിട്ടു. ഓലിയിട്ടപ്പോൾ ആരടാന്ന് ചോദിച്ചപ്പം പതുക്കെ ഒതുങ്ങി, അത്രേ ഉള്ളൂ. പക്ഷെ ബാലഗോപാലൊന്നും അദ്ദേഹത്തിനെ ഒന്നും അടിച്ചിടാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന എതിർ ശബ്ദങ്ങൾ മാധ്യമങ്ങൾക്കും എല്ലാവരും നോക്കി നിൽക്കെ അതാ ഒരാൾ പാർട്ടിയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും പിണറായി വിജയൻ്റെ ചിറകിനടിയിൽ കിടന്നിരുന്ന നേതാക്കന്മാർ പോലും പരസ്യമായി അദ്ദേഹത്തിനോട് കൈ ചൂണ്ടി ചോദിക്കുന്നു. അത് പാർട്ടിയിലെ ഇദ്ദേഹത്തിൻ്റെ എതിർചേരിയെ കൂടുതൽ ശക്തമാക്കില്ലേ? ശക്തമാക്കും. ഞാൻ പറഞ്ഞില്ലേ, യഥാർത്ഥ സുയോധനനായ VS അച്യുതാനന്ദൻ തോറ്റുപോയത് എന്തുകൊണ്ടാണ്? ഈ കാലുവാരികളും കാലുനക്കികളും പിന്നെ
അവസരവാദികൾ ഒപ്പം നിന്നിട്ട് പിന്നെ മറുകണ്ഠം ചാടിയവരുമാണ് അദ്ദേഹത്തിന് തോൽപ്പിച്ചത്. അദ്ദേഹം ശരശയ്യയിൽ കിടന്നപ്പോൾ പോലും അദ്ദേഹം ശക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും ഒന്നും ദൗർബല്യത്തിൽ നിന്നിട്ടില്ല, വികാരങ്ങളും ദൗർബല്യത്തിൽ നിന്നിട്ടില്ല. പാർട്ടി ബേസിന് സാധാരണ ഇതിൽ വലിയ മങ്ങലേറ്റിട്ടുണ്ടോ? കാരണം ഈ ഒരു കാര്യം അതുപോലെ പിണറായിയുടെ പിന്നിൽ നിൽക്കുന്നവരും മാറിക്കഴിഞ്ഞാൽ, കാരണം ഈ ഗുണമില്ലെന്ന് കഴിഞ്ഞാൽ എല്ലാവരും മാറിക്കളയുന്നേ. ഈ അപ്പം തിന്നാൻ വന്ന ഒത്തിരി പേരുണ്ട്, അവർ മാറിക്കളയും. അവർ മാറിയാൽ പിന്നെ ആർക്കും പിടിച്ചിരിക്കാനില്ല. പാർട്ടിയുടെ എപ്പോഴത്തെയും ബേസ് ലോക്കൽ ബ്രാഞ്ച് മുതൽ അങ്ങോട്ടുള്ള കുഞ്ഞികൃഷ്ണൻ, ടി കെ ഗോവിന്ദൻ തുടങ്ങിയ ആൾക്കാർക്ക് പൈസ കൊടുത്തത് പോലും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പലരും അതിനകത്തുണ്ട്. രസമെന്തെന്നറിയാമോ? കുഞ്ഞിക്കണ്ണൻ മുർദാബാദ് എന്ന് വിളിച്ചിട്ട് ടി കെ ഗോവിന്ദൻ നാട് വിടുക എന്ന് മുദ്രാവാക്യം വിളിച്ചവർ ജി സുധാകര തന്നെ ഞങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞു. ഇന്നലെയും കൂടെ പ്രശ്നമുണ്ടായി. ആ അടിക്കുമെന്ന് പറഞ്ഞവർ ഇലക്ഷന് മുമ്പ് പറഞ്ഞവരാണ്. ഇലക്ഷന് മുമ്പ് മുദ്രാവാക്യം വിളിക്കുക പാർട്ടിക്ക് വേണ്ടി. അവർ പോയി സുന്ദരമായ അരുവാൾ ചുറ്റിക നക്ഷത്രം അവിടെ നിൽക്കുമ്പോൾ വെറും പന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിൽ പോയി കുത്തി. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇന്ന് നടക്കുന്ന ഒരു വിപ്ലവം, പ്രതിവിപ്ലവം അല്ലെങ്കിൽ അന്തർനാടകം. ഇതാണ് പാർട്ടിയോടൊപ്പം നിൽക്കുന്നെന്ന് പറയുന്ന പലരും പാർട്ടിയോടൊപ്പം അല്ലെന്നേ. അതാണ് പിണറായി വിജയനെ തോൽപ്പിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. അവിടെ അടിത്തറയ്ക്ക് പ്രശ്നം ഉണ്ടായി, അടിത്തറ ഇളകി. പിന്നെ വി ഡി സതീശനെ പോലൊരു നേതാവ് കോൺഗ്രസിൽ നിൽക്കുന്നിടത്തോളം കാലം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വളരെ ബുദ്ധിമുട്ടാവും. ഈവൻ ബി ജെ പിക്ക് പോലും ബുദ്ധിമുട്ടാണ്. ബി ജെ പി പോലും വി ഡി സതീശൻ ഫിനാൻസ് എടുത്ത് എന്തിനാണ്? അദ്ദേഹത്തിന് അറിയാം, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ നിൽക്കണമെങ്കിൽ ഫിനാൻസ് വേണം. അദാനിയുടെ അല്ലാതെ ആഭ്യന്തര വകുപ്പല്ല വേണ്ടത്. അത് അദ്ദേഹത്തിന് അറിയാം. അദാനിയുടെ ഒരു വലിയ സപ്പോർട്ട് വി ഡി സതീശനുണ്ട് എന്നാണ്. അദാനി മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSCയുടെ സപ്പോർട്ട് അദ്ദേഹം പിടിച്ചിരിക്കുകയാണ്. നിസ്സാരമാണോ? അല്ല. അതാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ്. ലീഗും വി ഡി സതീശനും പ്ലസ് അദാനി MSC ഇങ്ങനെയുള്ള ഇതിന് ഒരുമിച്ച് വ്യവസായ വകുപ്പ് അവരാണല്ലോ, പ്ലസ് മോദി എന്നും കൂടെ അതിനും അറിയാവുന്ന ആളാണ് വി ഡി സതീശൻ. മോദിയുടെ ശക്തി, മോദിയുടെ മുമ്പിൽ എങ്ങനെ പോയി നിൽക്കണം, അദ്ദേഹത്തിന്റെ മനസാക്ഷി എങ്ങനെ കവരണം എന്നറിയാവുന്ന ആളാണ് വി ഡി സതീശൻ. മോദിക്കും വേറെ ചില വിഷയങ്ങൾ കാണാം, അത് ഞാൻ ഇപ്പം പറയുന്നില്ല. മോദിക്കും ഭാവിയിലേക്ക് പല ലക്ഷ്യങ്ങൾ കാണാം, അതേ അങ്ങനെ ഇടപെടുള്ളൂ. ഒരു നല്ല ഒരുത്തനെ കണ്ടാൽ, മിടുക്കനെ കണ്ടാൽ മോദി വിടില്ല. അത് മോദിയുടെ ഒരു ശക്തിയാണ്. ആ മോദി ശക്തി വി ഡി സതീശൻ്റെ അടുത്തുമുണ്ട്. തീർച്ചയായും. ഇപ്പോൾ പിണറായി വിജയന് ഈ രീതിയിലുള്ള ദൗർബല്യങ്ങളൊക്കെ ഉണ്ട്. ഈ രീതിയിലുള്ള ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങൾ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് ചിറ്റപ്പൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കില്ല എന്നാണ്. വിജയിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ചിറ്റപ്പനും ചിറ്റമ്മയും മാത്രം വിജയിക്കില്ല. അത് താഴോട്ട് ഇങ്ങനെ പടർന്നു വന്ന് ഒരു ശക്തിയാകാനായിട്ട് ഒരു വൈറസ് പിടിക്കുന്നത് പോലെ എല്ലാവരും പിടിക്കണം. പിടിച്ചുകൊണ്ട് മാത്രം കാര്യം. പിടിച്ചാൽ ഇത് തകർന്നു. ഇപ്പൊ റഷ്യ തകർന്ന പോലെ ആയും. ഇപ്പൊ ഗോർബച്ചോവ് ചെയ്തത് എന്താണ്? സ്ഥാനത്തിനെ അടിച്ചിട്ടപ്പോ റഷ്യയെ പോയി. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇന്നത്തെ പിണറായി വിജയനെ അടിച്ചിട്ടാൽ ചിലപ്പം മാർക്സിസ്റ്റ് പാർട്ടിയെ പോകും. അവിടെ BJP കയറി ചിലപ്പം സ്കോർ ചെയ്യും. കുറെ എണ്ണം CPI-ക്കകത്തോട്ട് പോയി CPI ചിലപ്പം UDF ചേർന്നിരിക്കും. വരാൻ പോകുന്ന വിപത്തുകൾ ഇതൊക്കെയാണ്. ഇവിടെ വേറെ ഒരു ബദലൊന്നും എനിക്ക് ഉണ്ടാവുന്ന ഇടത്തു ബദൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് പറയുന്നില്ലേ. എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് ഒരു ബദലൊക്കെ ഇവിടെ ഉണ്ടാകും. അതിനുള്ള ലീഡർ ഇല്ലെന്നേ. ഇവിടെ ബദലുണ്ടാകണമെങ്കിൽ VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, നായനാർ അല്ലെങ്കിൽ ME രാഘവൻ ഒക്കെ മോഡലിലുള്ള ഒരു നേതാവ് വേണം. ഗൗരി അമ്മ, ആ മോഡലിലുള്ള ഒരു സ്പാർക്ക് വേണം. ആ സ്പാർക്കുള്ള നേതാവ് ഇന്നില്ല. അതില്ലാത്തപ്പം അതിനി ഉണ്ടാവാനും കാലങ്ങളെടുക്കും. പിണറായി വിജയൻ എന്ന വൻ വൃക്ഷത്തിന്റെ മണ്ണടിഞ്ഞാലും ചിലപ്പോൾ ഒന്നുകൂടായിരുന്നില്ല കേട്ടോ. കേരളത്തിന്റെ ഒരു ഇന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി ചത്തുപോകുന്നു ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ചരൺ സിംഗിന്റെ മോന്റെ പാർട്ടി ഇവിടെ ഉണ്ട്. ഒരു ടെമ്പററി ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുണ്ട്. അത് വന്നാൽ ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ് നോസ്റ്റും പെരിസ്കോയ്ക്കും CPM-ൽ നടപ്പിലാക്കിയ ചില അവസ്ഥയും വരാം. തീർച്ചയായും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഒരു പാർട്ടിയും നശിച്ചു പോകരുത്. അല്ല, എല്ലാ ആശയങ്ങൾക്കും കൂടെ എല്ലായിടത്തും ജനാധിപത്യം വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പാർട്ടികൾ നശിക്കുകയല്ല വേണ്ടത്, പാർട്ടികൾ ജനാധിപത്യം വന്ന് പുഷ്ടിക്കുകയാണ് വേണ്ടത്. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയും ജനാധിപത്യം വന്ന് പുഷ്ടിക്കട്ടെ. തീർച്ചയായും. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും
മറക്കരുത്.